ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് ട്രീയും അതുപോലൊപ്പം ഒരു പുൽക്കൂടും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഇതുപോലത്തെ ഒരു 3-4 വലിയ കാപ്പിക്കമ്പും അതുപോലെ തന്നെ ഒരു 4 ചെറിയ കാപ്പിക്കമ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ഏഷ് ലെറ്ററിൻ്റെ ഷേപ്പിലൊന്ന് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തൊന്ന് എടുക്കേണ്ടതുണ്ട്. ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ കോപ്പർ വയർ വെച്ചിട്ടുമാണ് ഇത് യോജിപ്പിച്ചെടുക്കുന്നത്. കാപ്പിക്കമ്പാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും, അതുകൊണ്ടാണ് ഞാൻ കാപ്പിക്കമ്പ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കമ്പ് എടുത്താലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂട് അതുപോലെ തന്നെ ട്രീ ഒരുമിച്ച് നമുക്കിപ്പോൾ സ്പേസ് ഒക്കെ അധികം ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് സെറ്റാക്കി വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ കമ്പുകളെല്ലാം ഒന്ന് യോജിപ്പിച്ചൊന്ന് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് 2 എ ലെറ്ററിൻ്റെ ഷേപ്പിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഈ എ ലെറ്ററാക്കി വെച്ചിരുന്ന 2 കൂടെ നമുക്ക് ഓരോ ചെറിയ കമ്പുകൾ കൊടുത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് നന്നായിട്ട് പണി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ അടുത്ത് മാറ്റി വെച്ചിരുന്ന ചെറിയ കമ്പ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യോജിപ്പിച്ചെടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലൻഡ് മാത്രമാണ്. ഈ 2 ഐറ്റംസ് മാത്രം മതി. കുറച്ച് കമ്പ് അതുപോലെ തന്നെ ഗാർലൻഡ് മാത്രം മതി. നമുക്ക് അടിപൊളി ഒരു ക്രിസ്മസ് ഒരു ഡെക്കർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ മുകളിലടിച്ചുമ്പോൾ ജസ്റ്റ് ഞാൻ മുകളിൽ ഉടക്കി വെച്ചിട്ട് അതൊന്ന് ചുറ്റി എടുക്കുന്നുള്ളൂ, ഒട്ടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അടുത്ത വർഷമാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നശിച്ചൊന്നും പോകത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ള് ചുറ്റെടുക്കുന്നത് ആ നടുഭാഗത്ത് വെച്ചിരുന്ന കമ്പിൻ്റെ അവിടെ വരെയാണ്. അതിനുശേഷം വീഡിയോക്കകത്ത് കാണുന്ന പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഫ്രണ്ടിലത്തെ ഒരു സൈഡിലെ കമ്പിൽ ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് നമ്മളത് ബാക്ക് സൈഡിലോട്ട് കൊണ്ടുപോയി ഇപ്പുറത്തെ സൈഡിലൂടെ കൊണ്ടുവന്ന് ആ ഒരു അപ്പുറത്തെ വശത്തെ ഫ്രണ്ടിലത്തെ കമ്പിൽ ഇതുപോലെ കോർത്ത് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബാക്ക് വശത്ത് കൊണ്ടുവന്ന് ഇതുപോലെ, അതായത് ഫ്രണ്ടിൽ ഗ്യാപ്പ് വരണം, ബാക്കി 3 വശം നമുക്ക് കവർ ചെയ്തെടുക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂട് ഐഡിയ ആണിത്. അപ്പോൾ ഞാനത് ഗ്രീൻ ഗാർലൻഡ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഗാർലൻഡിന് ഒരെണ്ണത്തിന് 30 രൂപ റേറ്റാണ് വരുന്നത്. പല റേറ്റിനും ഉണ്ട്. ഈ ഗ്രീൻ ഗാർലൻഡിന് പകരം നമുക്ക് വൈറ്റോ അല്ലെങ്കിൽ റെഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റ് യൂസ് ചെയ്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നല്ല വൃത്തിക്കൊന്ന് ചുറ്റിയെടുക്കണം. ഗാർലൻഡ് തീർന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഗാർലൻഡ് അടിച്ചുമ്പോൾ ജസ്റ്റ് ആ ഒരു ജോയിൻറ്റ് സൈഡ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഒട്ടിക്കോ ഒന്നും നമുക്ക് പശയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട്. എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ പുൽക്കൂട്ടോടെ ഒരുമിച്ച് വരുന്ന നല്ലൊരു അടിപൊളി ഐഡിയ ആയിരിക്കും ഇത്. അപ്പോൾ അത് ഫുള്ളൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ആ അടിഭാഗത്തോട് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്, അത് ഞാൻ വീഡിയോക്കകത്ത് എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത് നമ്മളിതെല്ലാം ചുറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും. ഇനി അതിന് മുകളിലായിട്ട് ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കിയതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രിസ്മസ് ബോൾസും അതുപോലെ തന്നെ ലൈറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ചെറീസാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് ഗാർലൻഡിന് ഇടയ്ക്കൊന്ന് ചുമ്മാ ഒന്ന് ഉടക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൂൽക്കമ്പി വെച്ച് നമ്മളൊന്ന് ഉടക്കിയിട്ട് കൊടുത്താൽ മതി, അത് അവിടെ സേഫായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ ഓരോരോ ഐറ്റംസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു കളർ തീമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ റെഡ്, ഞാനിപ്പോൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് റെഡാണ്. അതിന് പകരം വൈറ്റോ ഏതൊരു കളർ ടീം വേണമെങ്കിലും നമുക്കിത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന പോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് LED ലൈറ്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യെല്ലോ കളറിലുള്ള LED ലൈറ്റ്സ് ആണ് ഇതെല്ലാം. അത് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ ഒന്ന് കുറച്ച് ലൈറ്റ്സ് ഇട്ട് കൊടുത്തു.
അതിനുശേഷം ജസ്റ്റ് ഇതിന് മുകളിലായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി നോക്കി, ഇതെങ്ങനെയാണ് വരുന്നത്, കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഏതായാലും. ഇപ്പോൾ ട്രീ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പുൽക്കൂടിൻ്റെ വർക്കാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മേടിക്കും, എന്തൊക്കെ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നമുക്കത് പൊതിഞ്ഞ് വരുന്ന പേപ്പർ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഉണ്ണീശന് വെച്ച് കൊടുക്കുന്നുണ്ട്, മാതാവിനെയും യേശുപിതാവിനെയും വെച്ച് കൊടുത്തു, ഗബ്രിയേൽ മാലാഖയെ മുകളിലായിട്ട് തൂക്കുന്നുണ്ട്. ഇത്രയും രൂപങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ, കാരണം അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് 5-6 കാപ്പിക്കമ്പ് അതുപോലെ തന്നെ ഗാലൻ്റ്, ഗ്രീൻ ഗാലൻ്റ് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റി. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് നമ്മുടെ ഓൾറെഡി കാണുമല്ലോ, അതുകൂടെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. സമയവും ലാഭമാണ്, അതുപോലെ തന്നെ നമുക്ക് സ്പേസ് നന്നായിട്ട് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.